ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇവിടെ പറയുന്ന ആളുകളിൽ എന്തോരം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ക്രിക്കറ്റ് കളിച്ചത് ഇത്രയും നല്ല എക്സ്ട്രീം ലെവൽ ഓഫ് ഫിറ്റ്നസ് എല്ലാം ചെയ്ത് സഞ്ജു ഇതുപോലെ പെർഫോം ചെയ്യുമ്പം ഒരു ഫിറ്റ്നസ് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് മാച്ചസ് ഒന്നും സഞ്ജുവിന് കളിക്കേണ്ട ആ കാര്യമില്ല. അതൊക്കെ നമ്മുടെ ആ കാലം കഴിഞ്ഞു. ഇതിപ്പോ രോഹിത് ശർമ്മ ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും എല്ലാവരും നമുക്കറിയാലോ. സഞ്ജുവിനെ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഒരു അവസരം കിട്ടുമ്പോൾ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദോസ് യങ്സ്റ്റേഴ്സ്. അത് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ സഞ്ജുവിനെ ഡിസൈഡ് ചെയ്യട്ടെ. സഞ്ജു ഇപ്പൊ പണ്ടത്തെ പോലെ യങ്സ്റ്റർ അല്ല. ഒരു 28-29 ഇയേഴ്സ് ആയി കഴിഞ്ഞു. ക്ലോസിംഗ് 30. സോ ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് ഹിം ദ വെരി ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നാണ് KCയുടെ വാദം. സ്വാഭാവികമായ അക്കാര്യത്തിൽ ഒരു താരം എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറെ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വളരെ ഈഗോയിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് ഒരു ക്രിക്കറ്റ് കരിയർ ഡിസ്ട്രോയ് ചെയ്യുന്ന വളരെ ഈസിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, 1 ലൈൻ ആണെങ്കിലും 2 ലൈൻ ആണെങ്കിലും he did say that, right? He will attend Vijayasarya matches. ശ്രീ വലിയ even after playing for the country, if you have to attend simple practices of state association also, I mean, it's disappointing. ഓക്കെ, ശ്രീ വലിയ കടുത്ത സാഹചര്യങ്ങളിലൂടെ ശ്രീശാന്തും കടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ചേർത്ത് നിർത്തേണ്ട കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്ന് കൈവിട്ടിരുന്നോ, അതല്ല ശ്രീയെ ചേർത്ത് പിടിച്ചിരുന്നോ? എല്ലാവരും ചേർത്ത് പിടിച്ചിരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർക്ക് നല്ലോണം അറിയാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ സപ്പോർട്ടും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിന്റെ ഒക്കെ അതൊക്കെ പാസ്റ്റ് ആണ്. ഇപ്പൊ ഫ്യൂച്ചറിലും പ്രസന്റിലും നമ്മുടെ മലയാളി കുട്ടന്മാരും ചുണക്കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അസോസിയേഷനോടുള്ള ഒരു അഭ്യർത്ഥന. അത് മാത്രമല്ല, കേരള അസോസിയേഷനിലും താമസിയാതെ ക്രിക്കറ്റേഴ്സ് അഡ്മിനിസ്ട്രേഷനിലും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.